അപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഡോക്ടറാണ് പറഞ്ഞത്, ഡയഗ്നോസ് ചെയ്തു എനിക്ക് മൂക്കിൽ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, എൻ്റെ മൂക്കിന് ഒരു ചെറിയ വളവും ചെറിയൊരു മാംസത്തിൻ്റെ ഗ്രോത്ത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ വരുന്ന നവംബർ 22-ാം തീയതി, അതായത് 2-3 ദിവസം കഴിയുമ്പോൾ എൻ്റെ സർജറിയാണ്. അപ്പം 21-ാം തീയതി ഹോസ്പിറ്റലിൽ പോയിട്ടിരിക്കുന്നോ? എങ്ങനെ പോകുന്നു? പൊടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ പോകുന്നു? പോകുന്നതാണ് നമ്മുടെ ആരതിപ്പൊടി. എവിടെ പോകുന്നു? ആരതിപ്പൊടി. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പിന്നെ ആരതിപ്പൊടി. അപ്പം ഒരു 3 ദിവസം മുമ്പ് ആരതിപ്പൊടി ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു 1 lakh വ്യൂവും ഈ പറയുന്ന 5000 ലൈക്കും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡെയിലി വീഡിയോസ് ഇടാമെന്ന് ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്ത് 22,000 എങ്ങാണ്ട് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. ഇപ്പോൾ 31K ആയിട്ടുണ്ട്. അപ്പോൾ പൊടിയുടെ ചാനലിലാണ് ഇട്ടേക്കുന്നത്. പൊടീസ് എന്ന് പറഞ്ഞുള്ള ചാനലാണ്. ഓക്കെ, ഇപ്പോൾ ഡെയിലി അതിനകത്ത് വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ വ്ളോഗ് സത്യം പറഞ്ഞാൽ കൊള്ളാം, ഇൻട്രസ്റ്റ് ആണ്, കണ്ടുകൊണ്ടിരിക്കാം ശരിക്കും. കാരണം ഇപ്പം ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആദ്യം ആർക്കാണ് ദേഷ്യം വന്നതും അതിനെക്കുറിച്ച് ഇപ്പം ലാലേട്ടനെ കാണാൻ പോയപ്പം റോബിൻ കയറി ചൂടായ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ, എന്തായാലും അവർ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ പൊടി തട്ടിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്ത് ഇത് കുറച്ച് നേരത്തെ ആവാമായിരുന്നു. പിന്നെ അദ്ദേഹം ക്ലിനിക്ക് തുടങ്ങാൻ പോകുന്നു, പിന്നെ ഒരു സർജറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കാണാം ഫസ്റ്റ്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ വെൽക്കം ടു അവർ വ്ളോഗ്. അങ്ങനെയാണോ പറയേണ്ടത്? അയ്യോ, എനിക്ക് വ്ളോഗും പരിപാടിയൊന്നും പരിചയമില്ല. അപ്പോൾ ചുമ്മാ വീഡിയോ ഇങ്ങനെ ഇരുന്നപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൊടീസിലാണ്. പൊടി, ഒരു ഹായ് പറയൂ. പൊടി ഒരു ഹായ് പറഞ്ഞിരിക്കുകയാണ്. പൊടി, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എങ്ങനെ പോകുന്നു? പൊടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ പോകുന്നു? സക്സസ്ഫുൾ ആണ് അല്ലേ? അല്ല, ഏറ്റവും എന്താ പറയാ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസം ഏതാണ്? ഫെബ്രുവരി 16. ഏത് വർഷം? 2022. 23 ഫെബ്രുവരി നമ്മുടെ എൻഗേജ്മെന്റ് നടന്ന ദിവസം പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, ഫെബ്രുവരി 16, 2023 നമ്മുടെ എൻഗേജ്മെന്റ്. 22 അല്ല, 23 അതുപോലും ഓർമ്മയില്ല. ഓക്കെ, സോ അപ്പം നമ്മുടെ ഫെബ്രുവരി 16. ഏത് വർഷം? 2022. 23 ഫെബ്രുവരി നമ്മുടെ എൻഗേജ്മെന്റ് നടന്ന ദിവസം പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, ഫെബ്രുവരി 16, 2023 നമ്മുടെ എൻഗേജ്മെന്റ്. 22 അല്ല, 23 അതുപോലും ഓർമ്മയില്ല. ഓക്കെ, സോ അപ്പം മെമ്മറബിൾ ആയിട്ടുള്ള ദിവസം ഏതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഫെബ്രുവരി 16, 2022 പറഞ്ഞിരിക്കുന്നത്. പഠിക്കുഞ്ഞെ മിസ്റ്റേക്ക് പറ്റിയല്ലേ? ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ദിവസം എങ്ങനെ മാറ്റുന്നത് പറയൂ, കേക്കട്ടെ. ആണോ? താങ്കൾ ചേർന്നെന്ന് എനിക്കാവോ? ഓക്കെ, സോ ഒരു അലമ്പ്, ഒരു എന്താ പറയാ, ഒരു വ്ളോഗ് അല്ലേ, ചുമ്മാ വലിയ കണ്ടന്റോ കാര്യങ്ങളോ. ഓക്കെ, ഇതിപ്പം ഫസ്റ്റ് വീഡിയോ ആണ്, കുറേ നാൾക്ക് ശേഷം ആ ചാനലിൽ വരുന്നൊരു വീഡിയോ ആണ്. അവരുടെ വെഡിങ് ആനിവേഴ്സറി ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. ആരതിക്ക് അത് തെറ്റുകയും ചെയ്തായിരുന്നു. സെക്കൻഡ് വീഡിയോ, അതിനകത്ത് ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് സർജറി ഉണ്ട് മൂക്കിൻ്റെ. അപ്പോൾ ആ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ചിലപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 1 മാസമെങ്കിലും റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം. അപ്പം അടുത്തൊരു ഫ്രണ്ട് തന്നെയാണ് ഡോക്ടറും കാര്യങ്ങളും. അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആരതിയുടെ പുതിയൊരു സ്ഥാപനവും തുടങ്ങാൻ പോകുന്നു. ആ ലൂക്ക ഉണ്ടല്ലോ അവരുടെ വീട്ടിലെ പട്ടിക്കുട്ടി, അവൻ്റെ പേര് വെച്ചിട്ടാണ് അവർ തുടങ്ങാനൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്ലിനിക്ക് തുടങ്ങാൻ പോകുന്നു. അതും ഒരു വലിയൊരു കാര്യം തന്നെ. കാരണം എല്ലാവരും പറയുന്നത് ഇവൻ ഡോക്ടറായിട്ട് ഇവനൊരു പണിക്കും പോകുന്നില്ല, എന്തിനാണോ ഇങ്ങനെ ദേരാപാര നടക്കുന്നത്, ഈ ഒരു ഫീൽഡ് പോലും മിസ്യൂസ് ചെയ്തു, അങ്ങനെയാണ് മറ്റേതാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തോന്നി പോലെ നടക്കുകയാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനൊരു സൊല്യൂഷൻ ഇപ്പം ആയിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. അപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഡോക്ടറാണ് പറഞ്ഞത്, ഡയഗ്നോസ് ചെയ്തു എനിക്ക് മൂക്കിൽ
ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, എൻ്റെ മൂക്കിന് ഒരു ചെറിയ വളവും ചെറിയൊരു മാംസത്തിന്റെ ഗ്രോത്ത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ വരുന്ന നവംബർ 22-ാം തീയതി, അതായത് 2-3 ദിവസം കഴിയുമ്പോൾ എൻ്റെ സർജറിയാണ്. അപ്പം 21-ാം തീയതി ഹോസ്പിറ്റലിൽ പോകണം, 22-ാം തീയതി സർജറിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ റൈനോപ്ലാസ്റ്റിയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ദിവസം, ഒരാഴ്ച വരെയൊക്കെ നേസൽ പാക്കേജ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഡെർമറ്റോളജിയുടെ ക്ലിനിക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒന്ന് പ്ലാൻ. പേർക്കും കൂടെ ചെയ്യാൻ ഒരു ബിസിനസ്സും കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നല്ലോണം എൻഗേജ്ഡ് ആയിട്ട് പോവാം. അതിന്റെ കൂട്ടത്തില് ഞാനൊരു കോസ്മെറ്റോളജി, ഒരു ഡെർമറ്റോളജിയുടെ ക്ലിനിക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒന്ന് പ്ലാൻ ഉണ്ട്. സോ അപ്പം ട്രിവാൻഡ്രത്ത് ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കൊച്ചിയാണ് കുറച്ചുകൂടെ എല്ലാവരും പറയുന്നത് പ്രിഫറബിളി നല്ലൊരു ഏരിയ, സ്പോട്ട് എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ട്രിവാൻഡ്രം വന്നിട്ട് തിരിച്ചു പോകാന്ന് പറയുന്നത് ഈ നോർത്ത് കേരള അല്ലെങ്കിൽ മലബാർ കേരളയിലുള്ള ആൾക്കാർക്കൊക്കെ അതൊരു ചടങ്ങാണ്. സോ കൊച്ചി ആകുമ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൊച്ചിയിൽ തന്നെയാണ് നോക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ ഉണ്ടല്ലേ, ഞാൻ ആ ക്ലിപ്പെല്ലാം ഷോർട്ടായിട്ട് എല്ലാം ഒറ്റയടിക്ക് അങ്ങ് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും കൂടെ ആക്കിയിട്ടുള്ളൊരു കമൻ്റ് ആയിരുന്നു. ഞാൻ എന്തായാലും ഒന്ന് വായിച്ചു തരാം. ഒരു കാലത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. ഈ പെണ്ണ് വന്നത് കൂടി ഡോക്ടറിൻ്റെ കഷ്ടകാലവും തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇവർ തമ്മിൽ ഒട്ടും ഹസ്ബൻഡ് വൈഫായി കാണാൻ ഒട്ടും മാച്ചല്ല. ദിൽഷയെ പോലുള്ള ഒരു കുട്ടിയായിരുന്നു നല്ലത്. എല്ലാം കാലത്തിൻ്റെ വിളയാട്ടം. ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഒറ്റ ഒരാളുടെ കഴിവുകൊണ്ടാണ് ആ പറയുന്ന കുട്ടി ജയിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ അവർ തോറ്റുപോയാനെ. ഈ പറയുന്ന ഇപ്പം അവർക്ക് എന്താ പറയണത്, നിലനിന്ന് പോകാൻ ഏറ്റവും കൂടുതൽ കാരണം ഇയാൾ ഒരുത്തനാണ്. അദ്ദേഹത്തിനെ നൈസായിട്ട് എന്താ പറയണ്ടേ, പുള്ളിയുടെ ഭാഗത്തും ചിലപ്പോൾ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ കാണാം. പുള്ളിക്കെല്ലാം ഫാസ്റ്റായിരുന്നു. വീട്ടിലെങ്ങാണ്ട് പെട്ടെന്ന് കല്യാണം നോക്കണം അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു ആ സമയത്തെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ. ഈ പറയുന്ന ദിൽഷയ്ക്കാണെങ്കിൽ അവരുടെ പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ വേണം. സ്വന്തമായിട്ടുള്ളൊരു കാലിൽ നിന്നിട്ടേ അവർ ഇതൊക്കെ ചെയ്യത്തുള്ളൂ എന്ന് അന്നേ പറഞ്ഞതാണ്. പിന്നെ അവസാനം അവർ പറഞ്ഞ് അവസാനിപ്പിച്ച് ഇപ്പം പുതിയൊരു ജീവിതം ഉണ്ടായത്. നിങ്ങൾ ജനങ്ങൾ തന്നെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ ഈ കുട്ടിയെ കണ്ടപ്പോൾ ഇത് മതി എന്നും പറഞ്ഞിട്ട് തുടങ്ങി വെച്ചത്. അതുപോലെ തന്നെ അവർ ഒന്നാവുകയും ചെയ്തു. ഇപ്പം വന്നിട്ട് ഈ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സ്വന്തം പിന്നെ ഒരു മൂന്നാമത്തെ ഒരു വീഡിയോയും കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവർ ലാലേട്ടൻ്റെ വീട്ടിൽ പോയി വഴക്കിട്ടെന്നൊക്കെ പറഞ്ഞേ, അത് നിങ്ങൾ ആ വ്ളോഗിൽ പോയി കാണണം. അത് മൊത്തമായിട്ട് ഇരുന്ന് കണ്ടാലേ ഒരു ഇത് വരും. ഞാൻ വേണമെങ്കിൽ സൈഡിലോട്ട് ഇതൊന്ന് വെച്ച് തന്നേക്കാം. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു അവരുടെ വ്ളോഗും കാര്യങ്ങളും ഒക്കെ. എന്തായാലും ഡെയിലി വീഡിയോസ് ഇടുക. അതിനകത്തൊരു കമൻറ്റും കൂടെ ഞാൻ ശ്രദ്ധിച്ചു, ഡോക്ടറെ ഒരു 30, 35, 40 മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ ഇടും, ഞങ്ങൾ ഇൻട്രസ്റ്റ് ആണ് കാണാനൊക്കെ. എന്നാൽ പിന്നെ ആരതിയുടെ സംസാരം കേട്ടോ, ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. അതിങ്ങനെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഇല്ല കൊച്ചു പിള്ളേർ പോലെ കലവല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇപ്പോൾ ആൾ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ വ്ളോഗ് നിങ്ങൾ മസ്റ്റായിട്ടും കാണും. ആ ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യും. നല്ല രസമുണ്ട് കണ്ടിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോ കണ്ടപ്പം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.